യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവൻ എന്നെ ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ചേട്ടാ. അപ്പോഴാ അവളെ ഞാൻ അവര് വരാൻ പറഞ്ഞെടുത്ത് വിളിച്ചു വരുത്തിയത്. സാമദ്രോഹി. എന്നിട്ട് ഓൾ ഫോൺ വിളിക്കുന്ന വിവരം നീ എന്നോട് പറഞ്ഞില്ലല്ലേ? അല്ല, ഏട്ടനോടത് പറയാതിരുന്ന മനഃപൂർവ്വ. ആദ്യം അതിന്റെ കാരണം ചോദിക്ക്. ഉത്തരം കേട്ടിട്ട് അത് തെറ്റാണെങ്കിൽ ഏട്ടൻ എന്നെ മതി വരുവോളം തല്ലിക്കുള്ളൂ. സാക്ഷി കൊല്ലപ്പെട്ടതിന്റെ പകയുമായി സേനാപതി അവളുടെ പുറകെ ഉണ്ടായിരുന്നു. സേനാപതിയുടെ കയ്യിൽ പെടാതിരിക്കാനാ എവിടെങ്കിലും പോയി ഒളിച്ച് താമസിക്കാൻ ഞാൻ പറഞ്ഞത്. അത് ഏട്ടനോട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് സത്യമാ. അത് അനുവിന്റെ സുരക്ഷയെ കരുതി മാത്രമായിരുന്നു ഏട്ടാ. എന്നിട്ട് അർജുന്റെ കൈയുടെ ചൂടറിഞ്ഞപ്പോ നീ കണ്ണും പൊട്ടി പറഞ്ഞത് മുഴുവൻ അങ്ങ് അനുസരിച്ചു. ചെയ്ത തെറ്റ് ഞാൻ അറിയാതിരിക്കാൻ എന്നോട് പച്ച കള്ളം പറഞ്ഞു. സോറി ഏട്ടാ, ഇങ്ങനൊന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ പറഞ്ഞെടുത്ത അനു വരുന്നതിന് മുമ്പ് അവളെ വേറെ ആരെങ്കിലും കണ്ടിരുന്നോ? അറിയില്ല ഏട്ടാ. അവളെ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് നീ പറഞ്ഞ സേനാപതിയാണോ? എനിക്കത് അറിയില്ല ഏട്ടാ. എന്നെ അവര് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നല്ലോ. ഈ പറഞ്ഞ സേനാപതിയെ നീ അറിയുമോ? എനിക്ക് വലിയ പരിചയമില്ല ഏട്ടാ. പിന്നെന്തിനാടാ അന്ന് രാത്രി സേനാപതി നിന്നെ കാണാൻ വന്നത്? നിന്നെ കാണാൻ സേനാപതി രാത്രിയിൽ ഇവിടെ വന്നിരുന്നു. ഞാൻ അറിയാതെ നീ അയാളെ പറഞ്ഞയക്കുകയും ചെയ്തു, ശരിയല്ലേ? ഓ, അത് അന്ന് അയാളെ ഏട്ടനെ തിരക്കി വന്നതാ. എന്നെയോ? ആ, അനുവിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഏട്ടനാണെന്ന് കരുതി വന്നതാ. ഓ, ഒരു വിധത്തിൽ അത് ഏട്ടനല്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. ഏട്ടൻ ഉറങ്ങിയെന്ന് കരുതിയാ ഞാൻ പിന്നെ വിളിക്കാതിരുന്നത്.